എന്റെ പൊന്നു മോളെ വിളിച്ച് 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 എനിക്ക് മടുത്ത്. പിന്നെയും വന്ന് വിളിക്കുന്നത് എന്താന്നറിയാ? ഇല്ലെങ്കിൽ നാട്ടുകാര് പറയൂലേ ആ ഒരു പെങ്കൊച്ചുണ്ടായിട്ട് അതിന്റെ തലയിൽ നിറച്ച് പേനാന്ന്, അമ്മക്കൊന്നും ഇരി കൊടുക്കാൻ പറ്റിയിട്ടില്ലാന്ന്. അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഒന്ന് വാ. എന്റെ അമ്മ വെക്കേഷൻ ആയിട്ട് ഒന്ന് കളിക്കാൻ വിടൂല, മനുഷ്യനൊന്ന് കളിക്കട്ടെ. മോളെ, വെക്കേഷൻ സമയത്ത് ഇതെല്ലാം ഒന്ന് ഈരി വൃത്തിയാക്കിയാലേ ഇനി സ്കൂളിൽ പോകുമ്പോ തലയിൽ പേനൊന്നും ഇല്ലാതിരിക്കൂലും. മോളൊന്നും ഇങ്ങ് വന്നേ. ഇങ്ങനെ പോയാലുണ്ടല്ലോ മോളെ തലയിൽ പേൻ പുഴുത്തിട്ട് തല മൊട്ടയടിക്കേണ്ടി വരും. വാ ഇങ്ങോട്ട്. കളിക്കാനും വിടൂല. അതിന് നീ എന്തിനാണ് ഇങ്ങനെ വെച്ചെടുക്കണത്? അവളുടെ തലയിലല്ലേ പേനിരിക്കണത്, അതവിടെ ഇരുന്നോട്ടെ. തല പുഴുത്ത് കഴിയുമ്പോ നമുക്ക് കൊണ്ടേ മൊട്ടയടിക്കാം, അതാണ് നല്ലത്. ഞാനിപ്പോ വന്നില്ലേ, പിന്നെ എന്തിനാ കുറ്റം പറയുന്നത്? അതല്ലാമേ, തലയില് പേൻ പോകുന്ന ഒരു ഓയിൽ വാങ്ങിയിട്ടുണ്ട് ഞാൻ. അതൊന്ന് തേച്ച് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്തെല്ലാം ഓയിലുകൾ മാറി മാറി തേച്ച് നോക്കി. എന്നിട്ട് ഈ തലയിൽ പണ്ടാറ പേൻ പോവണ്ടേ? ഈ ഓയിൽ ഒന്ന് തേച്ച് നോക്കട്ടെ, ചെലപ്പോ പോയാലോ. സത്യം പറഞ്ഞാൽ നമ്മളെ മക്കളെ തലയിൽ പേനുണ്ടെങ്കിൽ ടെൻഷൻ മൊത്തം നമ്മളെ അമ്മമാരിക്കാന്നല്ലേ. അച്ഛന്മാര് വന്നിട്ട് ചോദിക്കുന്നു എനിക്കെന്താന്ന് ആ തലയൊന്ന് ഈരി വൃത്തിയാക്കി കൊടുത്തൂടെ എന്നല്ല. പക്ഷെ ഇതുപോലെ എന്തോരം വിളിച്ചാലായിരിക്കും ഇവരൊന്ന് നോക്കാൻ വേണ്ടി വരുവാ. നിങ്ങളുടെ വീട്ടിലും ഇതല്ലേ ആയിരിക്കും അല്ലേ അവസ്ഥ? മോളെ, ഓയിലെല്ലാം അമ്മ നല്ലോണം തേച്ചിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോ അമ്മ വിളിക്കും. അന്നേരം വന്നോളണം കേട്ടാ. വിളിച്ച് വിളി കൂട്ടാൻ നിൽക്കരുത്. ഇല്ല. കടിക്കുന്നു അമ്മ, തല അടിക്കുന്ന തല അടിച്ച് ചൊറിയുന്നു. വേഗം തലയിരുത്താ അമ്മേ. ആദ്യമായിട്ടാണ് കേട്ടാ ദുർഗമോള് അമ്മയെ തല കടിക്കുന്ന. ഒന്ന് ഇരുത്താന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പറയുന്നത്. തലയിരുന്നത് കാണാൻ വേണ്ടിട്ട് ഇതാ അമ്മയും വന്നിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ദുർഗന്റെ തലയേരി കഴിഞ്ഞപ്പോ ഞാനും അമ്മയും ഞെട്ടിപ്പോയി കേട്ടാ. ഒരു ഈരലിന് തന്നെ എന്തോരം പേനും ഈരല്ലാന്ന് തലേന്ന് വന്നത്. നിങ്ങളിത് കണ്ടില്ലേ? എന്റെ മോളെ, ഇത് കണ്ടാ? എന്തോരം പേനാന്നിത്. ഞാൻ ദുർഗന്റെ തലയേരിയിട്ട് ഇതുവരെ ഇത്രയും പേന കിട്ടിയിട്ടില്ല കേട്ടാ. അങ്ങനെ ഞാനും അമ്മയും കൂടി പേനെ ഈരുവ കൊല്ലുക ഇതന്നെ. എന്തോരം ഈരിനെയും പേനിനെയും വന്ന് അറിയാ കിട്ടിയത്. ഇതുപോലെ ഞാൻ ഒരുപാട് തവണ ദുർഗന്റെ തല ഈരിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എനിക്ക് പേനയും ഈരിനെയും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ. പേനുകളെല്ലാം പാതി ചത്ത പോലെയാണ് കേട്ടാ തലേന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞാലും ഞാൻ ദുർഗന്റെ തലയിൽ തേച്ച ഈ ഓയിലിന്റെ പ്രത്യേകതയാണ് കേട്ടാ തലേന്ന് ഇങ്ങനെ പേനും ഈരെല്ലാം വരുന്നത്. ഇത് ഡോക്ടർ വിൻസിന്റെ ലൈഫ് സീറോ ലൈഫ് കൺട്രോൾ കിറ്റ് ആണ് കേട്ടാ. ഇതിലൊരു സിറോ പിന്നെ ക്ലെൻസറും ഇതുപോലൊരു കോംബോ ആണ് ഉള്ളത്. ഞാനിപ്പോ ദുർഗന്റെ തലയിൽ തേച്ചത് ലൈഫ് കൺട്രോൾ സിറോ ആണ് കേട്ടാ. ഇത് തേച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തല ഈരിയപ്പോഴാണ് തലേന്ന് ഒരുപാട് പേനും ഈരും വന്നത്. പേനും ഈരെല്ലാം പോയെങ്കിലും തല നന്നായിട്ട് വൃത്തിയാവണമെങ്കിൽ ഇതാ ലൈഫ് കൺട്രോൾ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് തല നന്നായി വാഷ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ തല വൃത്തിയാവുള്ളൂ. ഇത് കൊച്ചു കുട്ടികൾക്ക് മുതൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന യാതൊരു കെമിക്കലും ഇല്ലാത്ത തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടാ. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ ദുർഗമോക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഡോക്ടർ വിൻസിന്റെ ലൈഫ് സീറോ ലൈഫ് കൺട്രോൾ കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് വെബ്സൈറ്റും ഉണ്ട്, അതിലും പർച്ചേസ് ചെയ്യാം.